ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്ത ഒരു വലിയ മിറക്കിളാണ്. ഒരിക്കലും ആമേൻ ഇങ്ങനെ നിൽക്കേണ്ടതല്ല. You have come to the river of life. ജീവന്റെ നദിയിലേക്കാണ് വന്നിരിക്കുന്നത്. അജീബ് ബ്രദർ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നു. ഈ മകന്റെ വായിന്ന് ഷർദിൽ പോലെ, ഈ മകൻ അറിയാതെ മയക്കത്തിൽ ഉടുപ്പിലെല്ലാം ഷർദിലായി. ഷർദിലാണ് എന്തുവാന്ന് എനിക്കറിയത്തില്ല. വായിന്ന് ഇങ്ങനെ പത പോലെ നൊര പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം സർവീസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോൾ ആ സീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വായിക്കൂടെ ഇത് വരികയാണ്. പെട്ടെന്ന് ഞാൻ ഇവിടെ ഉള്ളവരുടെ ഒന്ന് അജീബ് വയ്യ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ പോവുകയാണ്. നോർമലി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ വയ്യെങ്കിൽ ഒന്നീ പുറകെ പിടിച്ച് കിടത്തുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റൽ. കാരണം ആ കണ്ടീഷൻ കണ്ടവർക്ക് മനസ്സിലാവും ഒരിക്കലും ആമേൻ ഇങ്ങനെ നിൽക്കേണ്ടതല്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഭാഗം തോന്നി, ഇത് പ്രാർത്ഥിച്ചാൽ മാറും. ഹല്ലേലൂയ. അന്ന് രാവിലെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഉള്ളത്തിലൊരു ഉറപ്പ് തന്നിട്ടാണ് വിട്ടത്. അതുകൊണ്ട് ഞാൻ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ ശരിക്കും ശരിയാകാൻ കുറച്ച് സമയം എടുക്കും. എത്ര പ്രാർത്ഥിച്ചാലും കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ ആ ഹല്ലേലൂയ ഇവിടെ ഉള്ളവരെല്ലാം ബാക്കി പിടിച്ച് കിടത്തി. പക്ഷേ ഈ മനുഷ്യൻ എഴുന്നേറ്റ് വന്ന് മുഴുവൻ സർവീസും അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ദൈവം നമ്മുടെ കൺമുമ്പിൽ ചെയ്ത ഒരു വലിയ മിറക്കിളാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡോക്ടറല്ല, പക്ഷെ ഡോക്ടറിൻ്റെ ഉള്ളിലുണ്ട്. ആമേൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മരിക്കാനുള്ളൊരു കേസ് പോലെ തന്നെ എനിക്ക് തോന്നിയത്. ഹല്ലേലൂയ. ഇത്രയും ചെയ്യുന്ന ദൈവത്തിന് ഇനിയും ചെയ്യാൻ കഴിയത്തില്ലേ എന്നാണ്. എല്ലാവരും കരങ്ങൾ നീട്ടി അജീബ് ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ജീവന്റെ ആധാരത്തിന്റെ പുസ്തകത്തിന്റെ മുന്നിൽ വരുന്ന ആരും you have come to the river of life, ജീവന്റെ നദിയിലേക്കാണ് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഹാർട്ട് അറ്റാക്കിനോ ക്യാൻസറിനോ നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്നെ പേടിയുള്ളത് കൊണ്ടല്ല, നിന്റെ ഉള്ളിൽ യേശു വന്നിരിക്കുന്നു. കടൽമേൽ നടന്നവൻ വന്നിരിക്കുന്നു. താങ്ക് യു ഫോർ ദ കംപ്ലീറ്റ് ഹീലിംഗ്. പൂർണ്ണ വിടുതലിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ.